ആ അമ്മമാർ പറഞ്ഞു ഞങ്ങളൊക്കെ ഏറ്റു. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരിക്കലും യാത്രാ വാഹനങ്ങളിൽ മരിച്ച ശരീരം ബോഡി കൊണ്ടുവരാൻ പാടില്ല. അതാണ് നിയമമാണത്. അപ്പോൾ എന്തു ചെയ്യും? അവിടെ ആംബുലൻസ് കിട്ടാനില്ല, മറ്റൊരു വാഹനം കിട്ടാനില്ല. പോകുന്ന ആളുകളുടെ വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനത്തെ ടൗൺഷിപ്പേ അല്ല അത്. അപ്പോൾ ഉടനെ ഞങ്ങൾ ഈ വണ്ടിയുടെ ഓണറായിട്ട് ബന്ധപ്പെട്ടു. റിസ്ക്കാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റിസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു മാർഗ്ഗമില്ല, അതിന് ബാധ്യത ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ ആ ബസ്സിൽ തന്നെ എങ്ങനെയും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റാളുകൾ അറിയാൻ പാടില്ല. അപ്പോൾ ഈ രണ്ടമ്മമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വയ്യാത്ത ഒരാളുകളെങ്കിൽ ഞങ്ങൾ മടിയിൽ വെച്ച് കിടക്കാം. അപ്പോൾ അതൊരു നല്ല ധൈര്യമാണ്. കാരണം മരിച്ച ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ബോഡി എന്നാണല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പറയുക. മരിച്ചു കഴിഞ്ഞാൽ ബോഡി എന്നാണല്ലോ പറയുക. പിന്നെ ആ വ്യക്തിയില്ലല്ലോ. അത് മടിയിൽ വെച്ച് എത്ര മണിക്കൂർ ഇരിക്കണം? അതെ, 5-8 മണിക്കൂർ ഇരിക്കണം. എങ്കിലും ഹരിദ്വാറിൽ എത്തുള്ളൂ. മെയ് മാസമാണ്. ചൂട് കൂടി വരും. ഈ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും മരിച്ച ശരീരത്തിൽ. എപ്പോൾ മരിച്ചത് അറിയില്ലല്ലോ. അപ്പം എന്തായാലും ഈ രണ്ടമ്മമാർ ആ കാര്യം ഏറ്റെടുത്തു. അവരെ മടിയിൽ വെച്ച് കിടത്തിയിട്ടാണ് ഞങ്ങൾ ഹരിദ്വാറിൽ എത്തുമ്പോഴേക്ക് എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇത് വലുതായി ശരീരം. കാരണം 5-6 മണിക്കൂറോളം നമുക്ക് ചൂടുള്ള സ്ഥലങ്ങളിൽ വേണം യാത്ര ചെയ്യാൻ, തണുപ്പ് പോയി. അപ്പോൾ അത് ആകുമ്പോഴേക്ക് ശരീരം വലുതായി. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് അഴിച്ച് എടുത്തിട്ടാണ് ഞങ്ങൾ ബോഡി പുറത്തേക്ക്. അത് മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ മക്കളെ ബോംബെയിൽ നിന്ന് അപ്പോഴേ അവർ വന്നു, ഫ്ലൈറ്റിൽ വന്നു, ഡെറാഡൂണിൽ വന്നിട്ട് അവർ ഹരിദ്വാറിലെത്തി. അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ബോംബെയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്വാമിമാരോട് സംസാരിച്ച അടിസ്ഥാനത്തിൽ അവർക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഈ 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ ഗംഗയുടെ കരയിൽ അവരുടെ സംസ്കാരം നടത്തി. ഇത് ഒരു യാത്രയിൽ ആദ്യത്തെ അനുഭവമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുന്ന ആദ്യത്തെ യാത്രയിൽ തന്നെ ഇങ്ങനൊരു അനുഭവം എന്ന് പറയുന്ന സമയത്ത് അതിന് എക്സ്ട്രീമാണ്. ഒരു യാത്രയുടെ എക്സ്ട്രീമാണ് മരണം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല.